ഹായ് ഡീസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉറുമ്പിന് ഒരു തുള്ളി വെള്ളവും പ്രളയമത്രേ എന്ന് കേട്ടിട്ടുണ്ടോ? ഉറുമ്പിന് ഒരു തുള്ളി വെള്ളവും പ്രളയമത്രേ. അതായത് ചെറിയൊരു തുള്ളി വെള്ളം പോലും പ്രളയമായി, വലിയ പ്രളയമായി കരുതുന്നവരാണ് ഉറുമ്പുകൾ. അതുപോലെ തന്നെയാണ് മനുഷ്യനും. മനുഷ്യന്റെ ജീവിതത്തിൽ ചെറിയ നിസാരമായ വിഷയം വന്നാലും അത് വലിയ കൊടുങ്കാറ്റായി രൂപീകരിക്കുന്നവരാണ് ആളുകൾ. എന്നാൽ അതിനെ മനഃചിത്തതയോടുകൂടി ഹാൻഡിൽ ചെയ്യാൻ അവർ ശ്രമിക്കില്ല എന്നുള്ളതാണ്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യ ജീവിതത്തിലെ പണത്തിനുള്ള സ്വാധീനത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണം, അത് എങ്ങനെ നമ്മൾക്ക് മനസാന്നിധ്യത്തോടു കൂടി പണം വരുന്നൊരു ജീവിതത്തെ പറ്റി സങ്കല്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അതായത് പണം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സോഷ്യൽ സ്റ്റാറ്റസ് തരുന്നു, നല്ല ബന്ധങ്ങൾ തരുന്നു, അതുപോലെ സൊസൈറ്റിയിലൊരു പൊസിഷൻ അല്ലേ. എന്ത് കാര്യത്തിനും പണം വേണം എന്നുള്ളതാണ്. സ്നേഹത്തിന് പ്രാധാന്യമുണ്ട്, അതേ സെയിം ഇമ്പോർട്ടൻ്റ് തന്നെ പണത്തിനും ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ചില ആളുകൾ വിചാരിക്കും പണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതിലും ഭേദം പണം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിക്കും. ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് പണം ഉണ്ടാക്കാൻ ാൽ വളരെയധികം കഷ്ടപ്പാടാണ്. അതിലും ഭേദം പണം ഉണ്ടാകാതിരിക്കുന്നതാണ്, ഉണ്ടാക്കണ്ട, അതുപോലെ ഇരിക്കുക എന്നുള്ളതാണ് ചില ആളുകളുടെ വിചാരം. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, പണം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ നമ്മൾ സഹിക്കും, പണം ഉണ്ടാക്കും. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചിന്തിക്കാം, പണം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടോ? അപ്പോൾ രണ്ടും തുല്യം തന്നെയാണ്. ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചാലും കഷ്ടപ്പാടുണ്ട്, ഉണ്ടാകാതിരുന്നാലും നമുക്ക് പണമില്ലെങ്കിലും നമുക്ക് കഷ്ടപ്പാടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സഫർ ചെയ്തിട്ടായാലും ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ മണി ഏൺ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ സമ്പുഷ്ടമാക്കി ഐശ്വര്യപ്രദമാക്കി മാറ്റണം എന്നാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് തരുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇനി രണ്ടാമത് അതിന് വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരും കേട്ടോ. ഒരു മീൻ കച്ചവടക്കാരൻ എന്നും സൈക്കിൾ ചവിട്ടി മീൻ കച്ചവടം നടത്തുകയാണ്. പക്ഷെ അയാൾക്ക് എന്നും രാവിലെ എത്തുമ്പോൾ എന്തൊരു കഷ്ടപ്പാടാണ്, എൻ്റെ ജോലി, എനിക്ക് ശാരീരിക അസ്വസ്ഥതകളാണ്, വയ്യ എന്നൊക്കെ കരഞ്ഞ് വിലപിച്ചാണ് അയാൾ പോകുന്നത്. പക്ഷെ നിങ്ങൾ മറിച്ച് ചിന്തിക്കുക, ഒരു കുട്ടിയുടെ കയ്യിലേക്ക് ഒരു സൈക്കിൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവനത് ഗിഫ്റ്റായി സ്വീകരിക്കും, സന്തോഷവും എനർജറ്റിക് ആയിട്ട് ആ സൈക്കിളിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ എന്താ സംഭവിച്ചത്? താല്പര്യക്കുറവാണ് അല്ലേ. അതായത് ആ കുട്ടിക്ക് സൈക്കിളിനോട് താല്പര്യമുണ്ട്, എന്നാൽ മീൻ കച്ചവടക്കാരനോ ആ ജോലിയോട് താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ താല്പര്യം വേണം. മണി ഉണ്ടാക്കാനായിട്ട് നമ്മൾക്കൊരു താല്പര്യം വേണം, ഇൻട്രസ്റ്റ് വേണം എന്നുള്ളതാണ് ഒരു എക്സാമ്പിൾ. അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്നെ നമ്മൾ പറയും, ഡ്രൈവിങ്ങിന് എന്തൊരു കഷ്ടപ്പാടാണ് അല്ലേ, ഇനി ലേണേഴ്സ് എടുക്കണം അല്ലേ, ടെസ്റ്റ് എഴുതണം, ടെസ്റ്റിന് പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്ത് ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ പറയും. പക്ഷേ ഇറങ്ങി തിരിച്ച് അത് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം എടുത്തു കഴിയുമ്പോഴോ വളരെ സന്തോഷമാണ്. എപ്പോഴും എല്ലായിടത്തും നമുക്ക് സഞ്ചരിക്കാം അല്ലേ, നമ്മുടെ വണ്ടിയിൽ സഞ്ചരിക്കാം എന്നുള്ളത്. അപ്പോൾ എല്ലാത്തിനും കഷ്ടപ്പാടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ വേറൊരു എക്സാമ്പിളാണ്, നമ്മളൊരു ചെറിയ പുഴുവിനെ ശ്രദ്ധിക്കുക. ആ പുഴുവിനെ നമ്മൾ കാലും കൊണ്ട് തട്ടി നീക്കും അല്ലെ, അല്ലെങ്കിൽ മാറ്റിക്കളയും. അപ്പോൾ ഒരു പുഴുവായിട്ട് ചവിട്ടേറ്റ് കിടക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് എന്താണ്, നമ്മൾ വേറൊരു പൊസിഷനിലേക്ക് സഞ്ചരിച്ച് മണി ഏൺ ചെയ്യുകയും ജീവിതത്തിന് നല്ല സാഹചര്യം വരുത്തിയെടുത്തിട്ട് സന്തോഷവും മുന്നോട്ട് പോകുന്നതുമാണ് നല്ലത് അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരാളൊരു സ്വാമിയോട് ചെന്ന് ചോദിച്ചു, സ്വാമി, ഞാൻ പണം ഉണ്ടാക്കാനായിട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും വളരെ കഷ്ടപ്പാടാണ്, അതിലും ഭേദം ഞാൻ സൂയിസൈഡ് ചെയ്ത് മരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ സ്വാമി എന്താണ് പറഞ്ഞതെന്നറിയോ? ശരി, നിങ്ങൾ മരിച്ചോളൂ എന്ന് പറഞ്ഞു. അതിലും ഭേദം മരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ മരിച്ചുപോയ പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ആളുകൾക്കൊരു കഷ്ടപ്പാടും സങ്കടം വരുമ്പോൾ ആളുകൾ പറയൂ സൂയിസൈഡ് ചെയ്തേക്കാം, മരിച്ചേക്കാം എന്നിങ്ങനെ പറയും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരണം ഒന്നിനൊരു ഉത്തരവാദിയല്ല, സൂയിസൈഡ് ഒന്നും. നമ്മുടെ ആത്മാവ് കളയുക എന്ന് മാത്രമാണ്. അതുകൊണ്ടൊരു പ്രയോജനവും നമുക്കില്ല, നഷ്ടം നമുക്ക് തന്നെയാണ്. മരിച്ചു പോയ ഒന്നും അറിയണ്ടല്ലോ, എനിക്ക് ഭാരങ്ങളൊന്നും ഏക്കണ്ടല്ലോ എന്ന് പറയാറുണ്ട് ആളുകൾ. പക്ഷെ ശരിക്കും നമ്മൾ മരിച്ചു പോകുന്നതിന് തുല്യമാണ് ഭൂമിയിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ വരുന്ന സ്ട്രഗിളിങ്സിനോട് നമ്മൾ അതിശക്തമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എപ്പോഴും നമ്മളുടെ മനസ്സിൽ നമ്മുടെ ചെറിയ മനസ്സാണെങ്കിലും അവിടെ വലിയൊരു സാമ്രാജ്യമാണ് നമ്മൾ പടുത്തുയർത്തേണ്ടത്. ചെറിയ മനസ്സിൽ ചെറിയ സാമ്രാജ്യമല്ല, നമ്മുടെ
ചെറിയ മനസ്സായാലും വലിയ മനസ്സായാലും അവിടെ വലിയ സാമ്രാജ്യം പടുത്തുയർത്തണം എന്നുള്ളതാണ്. ആ സാമ്രാജ്യത്തിലെ രാജാവാണ് നമ്മൾ, രാജ്ഞിയും രാജാവുമാണ്. നമ്മളവിടെ ചെങ്കോലും കിരീടവും എല്ലാം ധരിച്ച് നമ്മളുടെ ചെയറിലിരിക്കുകയാണ് അല്ലേ. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഓരോരുത്തരും രാജാവും രാജ്ഞിയും തന്നെയാണ് അല്ലേ. നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ട്, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് ദൈവം ഗോഡെല്ലാം തന്നു അല്ലേ. കാഴ്ചശക്തിയുണ്ട്, നടക്കാൻ ശക്തിയുണ്ട്, എന്ത് പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിവുണ്ട്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യുക. മണി ഏൺ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ നല്ലൊരു ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എത്തിച്ചിട്ട് എല്ലാ ഐശ്വര്യസമ്പൂർണമായിട്ടുള്ള ജീവിതം പടുത്തുയർത്തുക എന്നുള്ളതാണ്. നിരാശയും ദുഃഖവും എല്ലാം അങ്ങോട്ട് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയോട് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്, കഷ്ടപ്പെടാതെ ഒന്നും നടക്കില്ല, ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഹാർഡ് വർക്ക് ചെയ്ത മണി ഏൺ ചെയ്ത ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്തണം എന്നുള്ളതാണ്. നമ്മളുടെ പ്രസൻറ്റിൽ ജീവിക്കാൻ കുറച്ച് മണിയും നമുക്ക് ഫ്യൂച്ചറിൽ ജീവിക്കാനും ഒരു സേവിങ്സും ഒരു എമർജൻസി ഫണ്ടും, അത്യാവശ്യം വന്നാലെടുക്കാൻ എമർജൻസി ഫണ്ടും ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്, മണി ഈസ് ദ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറമായിട്ട് മണി ഈസ് ദ ബേസിക് ഓഫ് എവറിത്തിങ്, അതായത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം തന്നെ പണമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം സമ്പാദിക്കാൻ ഒരുപാട് അവസരങ്ങൾ വന്നു ചേരട്ടെ, നല്ല ജോബ് ലഭിക്കട്ടെ, നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കട്ടെ, ഒരുപാട് പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന് നിറയട്ടെ, ജീവിതം ഐശ്വര്യ സമ്പൂർണമായി തിളങ്ങി നിൽക്കട്ടെ എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ആശംസിക്കുകയാണ്. നന്ദി.